കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിപ്പെൻഡ്സ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട 3 ഫാക്ടറാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നത്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. നമ്പർ 1 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അവിടെ റിയാക്റ്റൻസ് ഗ്യാസ് ആണെങ്കിൽ കോൺസെൻട്രേഷന് പ്രാധാന്യമില്ല, മറിച്ച് പ്രഷറിനാണ് പ്രാധാന്യം. അപ്പോൾ അവിടെ തന്നേക്കുന്ന റിയാക്റ്റൻസ് ഗ്യാസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്തായിരിക്കും? പ്രഷർ ആയിരിക്കും. അടുത്തത് ടെമ്പറേച്ചർ, തേർഡ് പറയുന്നത് കാറ്റലിസ്റ്റ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്, അവിടെ ശ്രദ്ധിക്കേണ്ടത് റിയാക്റ്റൻസ് ഒക്കെ ഗ്യാസ് ആണെങ്കിൽ പ്രഷറാണ് യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് ടെമ്പറേച്ചർ, മൂന്നാമത്തത് കാറ്റലിസ്റ്റ് ആണ്. ആദ്യം എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് പറയുന്നത്. എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ടേമാണ് റേറ്റ് ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയും കോൺസെൻട്രേഷനുമുള്ള ബന്ധം ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ലായാണ് റേറ്റ് ലോ. ഇത് പറയുന്നതിന് വേണ്ടി ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ പരിചയപ്പെടുകയാണ്. ദാറ്റ് ഈസ് AA പ്ലസ് BB ഗീവ്സ് CC പ്ലസ് DD. അപ്പോൾ AA പ്ലസ് BB ഗീവ്സ് CC പ്ലസ് DD എന്ന പൊതുവായ ഒരു ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ആൻഡ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അവിടെ എക്ക് ഒരു പവർ എക്സ് ഉണ്ട്, ബിക്ക് ഒരു പവർ വൈ ഉണ്ട്. ഹിയർ എക്സ് ആൻഡ് വൈ ആർ എക്സ്പൊണൻസ്. അവിടെ എക്സും വൈയും എന്താണ്? എക്സ്പൊണൻസ് ആണ്. വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്മോൾ എ ആൻഡ് സ്മോൾ ബി. സ്മോൾ എ ആൻഡ് സ്മോൾ ബി റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് കോ എഫിഷ്യൻറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉള്ളത്, അവിടെ എക്സും വൈയും ആണ് നമ്മൾ പവറായിട്ട് കൊടുത്തത്. അവിടെ എക്സും വൈയും എന്ന് പറയുന്നത് എക്കും ബിക്കും ഈക്വൽ ആകാം, ഈക്വൽ അല്ലാതെയും വരാം. അത് ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ അതിനെക്കുറിച്ച് വഴിയെ പറയും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ മാത്രം മനസ്സിലാക്കുക, ചില സമയങ്ങളിൽ എയും എക്സും തുല്യമായിരിക്കും, ചില സമയങ്ങളിൽ ബിയും വൈയും തുല്യമായിരിക്കും. അങ്ങനെയെങ്കിൽ റേറ്റ് സമം പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ആകുമ്പം ഒരു കോൺസ്റ്റൻറ്റ് K ഇൻറ്റു A⁻x ഇൻറ്റു B⁻y എന്ന് കിട്ടും. അല്ലെങ്കിൽ റേറ്റിന് നമുക്ക് -dr/dt എന്ന് എഴുതാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടെ കേട്ട് നോക്കണം. അപ്പോൾ റേറ്റിന് ഇപ്രാവശ്യം നമ്മൾ എഴുതിയത് -dr/dt എന്നാണ്. അത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. അങ്ങനെ എഴുതുമ്പോഴും ഈക്വൽസ് K ഇൻറ്റു A⁻x ഇൻറ്റു B⁻y എന്ന് കിട്ടും. വേർ K ഈസ് കാൾഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. വളരെ വളരെ പ്രധാനമാണ്. അവിടെ K വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ആൻഡ് ദിസ് എക്സ്പ്രഷൻ ഈസ് കാൾഡ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഇത് ബോർഡിൽ ഞാൻ എഴുതിയിട്ടില്ല. നിങ്ങൾ നോട്ട് എഴുതുമ്പം ബുക്കിലേക്ക് എഴുതേണ്ടത് ഈ ബോക്സിൽ കാണുന്ന ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. അത് നോട്ടിൽ നിങ്ങൾ എഴുതി ചേർക്കുക. ഇനി റേറ്റ് ലോ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു റേറ്റ് ലോ, ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഇൻ വിച്ച് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റേറ്റ് ലോ അനുസരിച്ച് റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻ വിച്ച് ദേ ഹാവ് സം പവർ. ഇങ്ങനെ എഴുതുമ്പോൾ ആ റിയാക്റ്റൻസ് ടേമിന് എന്ത് വരുന്നുണ്ട്? ഒരു പവർ വരുന്നുണ്ട്. അത് കുറച്ചു മുന്നേ പറഞ്ഞു. വിച്ച് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ആൻഡ് ബി ഓർ സ്റ്റോഷിയോമെട്രിക് കോ എഫിഷ്യൻറ്റ് ആസ് ഇൻ ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഒന്നുകൂടെ പറയാം. റേറ്റ് ലോ പ്രകാരം റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി expressed in terms of product of molar concentration of reactants in which there is some power which may or may not be equal to their stoichiometric coefficient A and B
ആസ് ഇൻ ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ മിസ്സായി പോയ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബോക്സിനകത്തുള്ള ഇക്വേഷൻ്റെ ഒരു പേരുണ്ട്, അത് ബുക്കിൽ എഴുതണം നിങ്ങൾ. ഇറ്റ് ഈസ് കാൾഡ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എക്കും ബിക്കും തുല്യമാകാം, തുല്യമല്ലാതെയും വരാം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ കാര്യം, അവിടെ റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് നടത്തിയാൽ മാത്രമേ ആ പവറായിട്ട് വരുന്ന ആളിനെ എക്സ്പോണൻ്റ് ആയിട്ട് വരുന്ന ആളിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സും വൈയും എഴുതുന്നത് ആഫ്റ്റർ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സും വൈയും എഴുതാൻ പറ്റൂ. അല്ലാതെ ബുക്കിൽ ബാലൻസ് ചെയ്ത് ഇക്വേഷൻ നോക്കി എയും ബിയും നമുക്ക് പവറായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതൊന്ന് പ്രൂവ് ചെയ്ത് തരാം. 2NO + O2 gives 2NO. അവിടെ ഒരു ബോക്സിൽ കിടപ്പുണ്ട്. 2NO + O2 gives 2NO. അതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ റേറ്റ് കണ്ടുപിടിച്ചപ്പോൾ റേറ്റ് സമം K × NO² × O2 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും NOയുടെ സ്റ്റോഷിയോമെട്രിക് പവർ എന്ന് പറയുന്നത് 2, അത് പവറായിട്ട് കൊടുത്തിട്ടുണ്ട്. O2ൻ്റെത് 1. അങ്ങനെ നോക്കുമ്പോൾ എക്സും വൈയും എക്കും ബിക്കും എന്താണ്, ഈക്വൽ ആണ്. ഇനി വേറൊരു റിയാക്ഷൻ, ക്ലോറോഫോമിൻ്റെ ക്ലോറിനേഷൻ. ക്ലോറോഫോം ക്ലോറിനുമായി ചേരുന്ന പ്രവർത്തനം. അവിടെ CCl4 കിട്ടുന്നുണ്ട്, HCl കിട്ടുന്നുണ്ട്. അവിടെ റേറ്റ് എഴുതുമ്പോഴത്തേക്ക് K × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോഫോം × മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl2⁻1/2 എഴുതിയിട്ടുള്ളൂ. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാകും എക്സും വൈയും എക്കും ബിക്കും തുല്യമാകാം, തുല്യമല്ലാതെയും വരാം. അവിടെ എന്തുകൊണ്ട് ഹാഫ് വന്നു എന്ന് ചോദിച്ചാൽ, ആ കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോൾ അതിൻ്റെ റേറ്റിനെ സ്വാധീനിക്കാൻ ക്ലോറിൻ്റെ പകുതി മോൾസിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കി പകുതി ക്ലോറിൻ മോളിക്യൂൾസ് റിയാക്ഷനകത്ത് എന്ത് ചെയ്യുന്നില്ല, അവിടെ പങ്കെടുത്തില്ല. പകുതി ആൾക്കാർ പങ്കെടുത്തു. പങ്കെടുത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ എവിടെ എഴുതാറുള്ളൂ, റേറ്റിൽ എഴുതാറുള്ളൂ. അതുകൊണ്ടാണ് Cl2ൻ്റെ പവറായിട്ട് നമ്മൾ എത്ര കൊടുക്കുന്നത്, ഹാഫ് കൊടുക്കുന്നത്. അപ്പം ഈ സെഷനകത്ത് പഠിച്ചത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട്സ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. 3 ഫാക്ടറുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്. അവിടെ റിയാക്റ്റൻസ് ടേമെല്ലാം ഗ്യാസ് ആണെങ്കിൽ പ്രഷറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ കോൺസെൻട്രേഷൻ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ചോദിച്ചത്. അവിടെ പ്രധാനപ്പെട്ട റേറ്റ് ലോ ഉണ്ട്, റേറ്റ് കോൺസ്റ്റൻ്റ് ഉണ്ട്, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ഡെഫിനിഷനുണ്ട്. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്തൊരു കാര്യം, റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നോക്കി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അത് തെളിയിക്കാൻ വേണ്ടി 2 റിയാക്ഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ടൊക്കെ നോക്കിയിട്ട് ബുക്കിലേക്ക് എഴുതി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ. അടുത്തത് റേറ്റ് ലോയിൽ നിന്നും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഓർഡർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓർഡർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ആ പഴയ സാങ്കല്പിക റിയാക്ഷൻ എടുക്കുകയാണ്. AA + BB gives CC + DD. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മളെടുത്തത് ആ പഴയ റിയാക്ഷൻ തന്നെയാണ്. അതിൽ നിന്നും നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ എഴുതാം. റേറ്റ് സമം K × A⁻x × B⁻y. ഇതാണ് റേറ്റ് എക്സ്പ്രഷൻ എങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് X + Y ആണ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ഒരു കൺസെപ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും എന്താണ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ. റേറ്റ് ലോയ്ക്കകത്ത് വരുന്ന കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ സമ്മാണ് ആ റിയാക്ഷൻ്റെ ഓർഡർ. അപ്പോൾ ഈ തന്ന റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് X + Y ആണ്. അപ്പം പഠിക്കേണ്ട പ്രധാന ഒരു ഡെഫിനിഷനാണ് ഓർഡർ. ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ. റേറ്റ് ലോയ്ക്കകത്ത് വരുന്ന കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവേഴ്സിൻ്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ആ റിയാക്ഷൻ്റെ ഓർഡർ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് മേ ബി 0, 1, 2, 3 എനി നമ്പേഴ്സ് ആകാം. സംടൈംസ് ഇറ്റ് മേ ബി എ ഫ്രാക്ഷൻ. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് 0, 1, 2, 3 പോലെയുള്ള ഏത് നമ്പേഴ്സും ആകാം. സംടൈംസ് ഇതെന്തുമാകാം, ഫ്രാക്ഷനും ആകാം. അടുത്തത്
ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് യൂണിറ്റ് ഓഫ് കെ? റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി ചെയ്യേണ്ടത് റേറ്റ് സമം കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എടുക്കുക. അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്നും റേറ്റ് കോൺസ്റ്റൻറ്റ് കെ സമം എക്സ്പ്രഷൻ ഉണ്ടാക്കുക. അപ്പോൾ കെക്ക് വേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റേറ്റ് ബൈ എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എന്നാണ്. അപ്പോൾ റേറ്റ് സമം കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ ആണെങ്കിൽ കെ സമം എന്താണ്? റേറ്റ് ബൈ എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ ആണ്. ഇനി റേറ്റിനെ നമുക്ക് കോൺസെൻട്രേഷൻ ബൈ ടൈം എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ റേറ്റിന് പകരം കോൺസെൻട്രേഷൻ ബൈ ടൈം ഇൻറ്റു ഡിവിഷനാണ് കോൺസെൻട്രേഷൻ. ഈ ഡിവിഷനെ ഇൻറ്റു ആക്കുമ്പോഴത്തേക്ക് റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഇൻറ്റു ചെയ്യാം. അപ്പം ഈ ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കിയപ്പോൾ ഈ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ എഴുതും? 1 ബൈ കോൺസെൻട്രേഷൻ റേസ് ടു എന്ത് കൊടുക്കാം? n എന്ന് കൊടുക്കാം. അങ്ങനെ കാണിക്കാൻ കാര്യം നിങ്ങളവിടെ n എന്ന് പറയുന്നത് 0 കൊടുത്താൽ അത് 0 ഓർഡർ ആയിരിക്കും, 1 കൊടുത്താൽ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും, 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ഓർഡർ ആയിരിക്കും. കാര്യം റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവറാണ് ഓർഡർ. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവർ 0 ആണെങ്കിൽ അത് 0 ഓർഡർ ആയിരിക്കും, 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും, 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ഇനി നിങ്ങൾ നേരെ ഈ ടേബിളിലേക്കാണ് നോക്കേണ്ടത്. അവിടെ റിയാക്ഷൻ ഉണ്ട്, ഓർഡർ ഉണ്ട്, യൂണിറ്റ് ഓഫ് കെയും തന്നിട്ടുണ്ട്. റിയാക്ഷൻ 0 ഓർഡർ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എത്രയായിരിക്കും? നമുക്ക് 0 എന്ന് കൊടുക്കാം. യൂണിറ്റ് ഓഫ് കെ കണ്ടുപിടിക്കാൻ കോൺസെൻട്രേഷന് മോൾ എൽ റേസ് ടു -1 ബൈ ടൈമിന് സെക്കൻഡ്. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇൻറ്റു 1 ബൈ കോൺസെൻട്രേഷൻ ആണ് കിടക്കുന്നത്. ഇത് 0 ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് കോൺസെൻട്രേഷന് പകരം നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? മോൾ എൽ റേസ് ടു -1 എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാം? 0 കൊടുക്കാം. കാര്യം 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്റ്റൻസിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ പവറായ എന്നിന് പകരം എത്ര കൊടുത്തു? 0 കൊടുത്തു. ഏതെങ്കിലും ഒരു ടേമിൻ്റെ പവർ 0 ആണെങ്കിൽ വില 1 ആണ്. അപ്പം മോള് എൽ റേസ് ടു -1 എസ് മുകളിൽ പോകുമ്പോൾ എസ് റേസ് ടു -1 എന്ന് കിട്ടും. അപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെയും കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണം. അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 1 കൊടുക്കണം. സെക്കൻഡ് ഓർഡർ ചെയ്യുമ്പോഴോ എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അതൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ബോഡി കിടക്കുന്നത് കാണുക, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ഓർഡർ ആകുമ്പോഴത്തേക്ക് ഇവിടെ മാറുന്നില്ല, കോൺസെൻട്രേഷൻ അവിടെയാണ് മാറ്റം വരുന്നത്. 1 ബൈ മോൾ എൽ റേസ് ടു -1 റേസ് ടു 1 കൊടുക്കും. അപ്പോൾ മോൾ റേസ് ടു 1 എന്ന് കിട്ടും. അത് മുകളിൽ പോകുമ്പം മോൾ റേസ് ടു -1 ആകും. മോൾ റേസ് ടു -1 മോളും കൂടെ വെട്ടിപ്പോകും. ലിറ്റർ റേസ് ടു -1 ലിറ്റർ റേസ് ടു +1 വെട്ടിപ്പോവും. എല്ലാം വെട്ടി സെക്കൻഡ് റേസ് ടു -1 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എഴുതിയിട്ട് അതിൻ്റെ പവർ എത്രയാക്കും? നമ്മൾ 2 ആക്കും. അപ്പോൾ മോള് എൽ റേസ് ടു -1 റേസ് ടു 2 എന്ന് കിട്ടും. അപ്പം മോൾ സ്ക്വയർ ഒക്കെ അടിയിൽ വരും. അടിയിൽ വരുന്ന മോൾ സ്ക്വയർ മുകളിൽ പോകുമ്പോഴത്തേക്ക് മോൾ റേസ് ടു -2 ആകും. മോൾ റേസ് ടു -2ഉം ഇവിടെ കിടക്കുന്ന മോൾ റേസ് ടു 1ഉം കൂടെ വെട്ടും. ദാറ്റ് ഈസ് മോൾ റേസ് ടു -1 മാത്രം വരും. ലിറ്റർ വരും. സെക്കൻഡ് മുകളിൽ പോകുമ്പോഴത്തേക്ക് സെക്കൻഡ് റേസ് ടു -1ഉം വരും. അപ്പം ഓർഡർ എന്താണെന്ന് നോക്കണം. ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ ആണ്. അത് 0, 1, 2, 3 പോലുള്ള നമ്പേഴ്സ് വരാം, ഫ്രാക്ഷൻ വരാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി കെയുടെ യൂണിറ്റ് ആണ് ഫോർ 0 ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ക്ലിയർ? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ആദ്യം 0 ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി കൺസിഡർ ദ റിയാക്ഷൻ ആർ ഗീവ്സ് പി. റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ ആർ ഗീവ്സ് പി. ഇതിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഇന്ന് പഠിച്ച റേറ്റ് ലോ അപ്ലൈ ചെയ്യുന്നു. റേറ്റ് ലോ മീൻസ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. റേറ്റ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് -dr/dt സമം
റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ഇത് സീറോയുടെ റിയാക്ഷൻ ആയതുകൊണ്ട് റിയാക്ടൻസിൻ്റെ പവർ എത്ര കൊടുക്കുന്നു? 0 നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ മൈനസ് ഡി ആർ ബൈ ഡി ടി സമം കെ ഇൻറ്റു ആർ റേസ്റ്റ് 0 എന്ന് കിട്ടും. ആർ റേസ്റ്റ് 0 1 ആണ്. ദെൻ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ഡി ആർ സമം കെ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. മൈനസ് സൈൻ മാറ്റാൻ വേണ്ടി ഡി ആർ സമം എന്ത് കിട്ടും? മൈനസ് കെ ഡി ടി. ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ഹെഡിങ് എന്താണ്? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നാണ് ഹെഡിങ്. അതിനുവേണ്ടി ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, ഈ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇൻ്റഗ്രലിൻ്റെ ചിഹ്നം. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി ആർ എന്ന് പറയുന്നത് ആറാണ്. കോൺസ്റ്റൻറ്റിന് ഇൻ്റഗ്രേഷൻ ഇല്ല, അത് അതുപോലെ കിടക്കും. ഡി ടിയുടെ ഇൻ്റഗ്രൽ ടി ആണ്. ഇൻ്റഗ്രേഷൻ നടത്തുമ്പോഴത്തേക്ക് ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കും, ദാറ്റ് ഈസ് ഐ. where I is called integral constant. അപ്പോൾ നോക്കുക, ഇൻ്റഗ്രേഷൻ നടത്തുമ്പോഴത്തേക്ക് ഡി ആർ എന്താകും? ആറാകും. കെക്ക് എന്തില്ല? ഇൻ്റഗ്രേഷൻ ഇല്ല. ദെൻ ഡി ടി എന്താകും? ടി ആകും. പ്ലസ് ഐ നമ്മൾ ആഡ് ചെയ്യും. where I is called integral constant. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. ആ കണ്ടീഷൻ ഇതാണ്: അറ്റ് ടി സമം 0 സമയം 0 ആക്കുന്നു. സമയം 0 ആക്കുമ്പോൾ ആർ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ വിൽ ബി ഈക്വൽ ടു R0. ഗ്രാഫിലേക്ക് നിങ്ങൾ നോക്കുക. ടൈം 0 ആകുമ്പോൾ ആർ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ R0 ആണ്, വിച്ച് ഈസ് കാൾഡ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അതിനുവേണ്ടിയും കൂടെയാണ് ഗ്രാഫ് ഞാൻ അവിടെ വരച്ച് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം, സമയം 0 ആകുമ്പോൾ ടി സമം 0 ആകുമ്പോൾ ആർ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വിലകൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആറിന് പകരം എന്ത് കിട്ടും? R0 നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് R0 സമം ഐ എന്ന് കിട്ടും. കാര്യം എന്താ? ടി 0 ആണ്. ഈ ടേം 0 ആകും. അപ്പോൾ R0 എന്താകും? ഐ ആകും. ഈ കിട്ടിയ ഐയുടെ വാല്യൂ, ദാറ്റ് ഈസ് R0, ഐക്ക് വരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R0 സമം ഐ ആയതുകൊണ്ട് ഐക്ക് പകരം R0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആർ ഈക്വൽസ് മൈനസ് കെ ടി പ്ലസ് R0 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആർ സമം മൈനസ് കെ ടി പ്ലസ് എന്ത് കിട്ടും? R0 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് കെ ആണ്. അത് നിങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തൊക്കെ നോക്കണം. ഞാൻ ലാസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. കെ സമം എന്ത് കിട്ടും? R0 മൈനസ് ആർ ബൈ ടി എന്ന് കിട്ടും. നിങ്ങൾ ഡെറിവേഷൻ സ്വന്തമായിട്ട് ചെയ്ത് പേപ്പറിൽ എഴുതി ഇതൊന്ന് പഠിക്കണം. ഈ ചെയ്തേക്കുന്നത് സീറോയുടെ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് ചെയ്തേക്കുന്നത്. ആർ ഗീവ്സ് പി എന്ന റിയാക്ഷൻ എടുത്തു, റേറ്റ് ലോ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ മൈനസ് ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് കെ ഇൻറ്റു ആർ റേസ്റ്റ് 0 എന്ന് കിട്ടി. ഇൻ്റഗ്രേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇൻ്റഗ്രൽ ഓഫ് ഡി ആർ സമം മൈനസ് കെ ഇൻ്റഗ്രൽ ഡി ടി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഡി ആറിൻ്റെ ഇൻ്റഗ്രൽ ആർ സമം മൈനസ് കെ ടി പ്ലസ് ഐ കിട്ടി. ഐ ഈസ് കാൾഡ് ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ്. പിന്നെ ഞാൻ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പറഞ്ഞിരുന്നു, ടൈം 0 ആക്കുമ്പോഴത്തേക്ക് ആർ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷനായി എന്താകും? R0. ആ രണ്ട് വാല്യൂസും ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ R0 സമം ഐ എന്ന് കിട്ടും. ദെൻ ഐക്ക് വരെ എന്ത് കൊടുക്കുന്നു? R0 കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറിനകത്ത് റീഅറേഞ്ച് ചെയ്തൊക്കെ നോക്കി കെക്കുള്ള ഇക്വേഷൻ നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കെ സമം R0 മൈനസ് ആർ ബൈ ടി എന്ന് കിട്ടും, വിച്ച് ഈസ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഈ കിട്ടിയതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. നിങ്ങളെല്ലാവരും ഇത് ബൈഹാർട്ട് ചെയ്യണം, ഡെറിവേഷൻ പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ഒരുപാട് ചെയ്യാനായിട്ടുണ്ട്. രണ്ട് ഗ്രാഫുകൾ ബോർഡിലുണ്ട്, ശ്രദ്ധിക്കണം. സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റും ടൈമുമാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റും ടൈമുമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഈസ് സമയം കൂടുന്നതനുസരിച്ച് റേറ്റിന് ഒരു മാറ്റവുമില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഗ്രാഫൊക്കെ പ്രത്യേകം നോക്കണം. ടൈമും റേറ്റുമായിട്ട് ബന്ധമില്ലാത്തൊരു ഗ്രാഫ് തന്നാൽ ഇറ്റ് വിൽ ബി എ സീറോ ഓർഡർ റിയാക്ഷൻ. കാര്യം സീറോ ഓർഡർ റിയാക്ഷൻ്റെ ടൈമും റേറ്റ് തമ്മിൽ ബന്ധമില്ല, ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോവും. അതേസമയം സീറോ ഓർഡർ റിയാക്ഷൻ്റെ
കോൺസെൻട്രേഷനും ടൈമുമായിട്ടുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ടൈം കൂടുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കുറയും. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും ടൈമുമായുള്ള കണക്ഷനാണ് സെക്കൻഡ് ഗ്രാഫ്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സമയം കൂടുന്തോറും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കെ കണ്ടുപിടിക്കാം. കെ കണ്ടുപിടിക്കണമെങ്കിൽ താഴേക്കുള്ള വരയായതുകൊണ്ട് നെഗറ്റീവ് സ്ലോപ്പ് എടുക്കണം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് കെക്ക് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മൈനസ് സ്ലോപ്പാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. ഒന്നാമത്തത് ഡീകോമ്പോസിഷൻ ഓഫ് അമോണിയ ഓവർ പ്ലാറ്റിനം സർഫസ്. ഹൈ പ്രഷറിൽ അമോണിയ ഗ്യാസ് എടുത്ത് പ്ലാറ്റിനം സർഫസിലൂടെ കടത്തി വിട്ടാൽ അവിടെ വെച്ച് അമോണിയ ഡീകമ്പോസ് ചെയ്തിട്ട് നൈട്രജനും ഹൈഡ്രജനും കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അണ്ടർ ഹൈ പ്രഷറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹൈ പ്രഷറിൽ റേറ്റ് നമ്മൾ നോക്കുമ്പോൾ റേറ്റ് ഈക്വൽസ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ റേസ്റ്റ് എത്ര കിട്ടും? 0 കിട്ടും. അത് ഇത്രയേ ഉള്ളൂ സംഗതി. ഹൈ പ്രഷർ ആകുമ്പോൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാത്തതാണ്. അവിടെ റിയലി ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, പക്ഷേ ഹൈ പ്രഷർ ആയതുകൊണ്ട് അമോണിയയുടെ അളവ് അത്രയും കൂടുതലായതുകൊണ്ട് നമുക്ക് ആ ചേഞ്ച് എന്ത് ചെയ്യത്തില്ല, ഫീൽ ചെയ്യുന്നില്ല. ആ ചേഞ്ച് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ പവർ അവിടെ എത്ര കൊടുക്കുന്നത്? 0 കൊടുക്കുന്നത്. അപ്പോൾ അത് സീറോ റിയാക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഓവർ ഗോൾഡ് സർഫസ് അണ്ടർ ഹൈ പ്രഷർ. ഇവിടെ ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ അയഡൈഡ് ഹൈ പ്രഷറിൽ ഗോൾഡിൻ്റെ പുറത്തൂടെ കടത്തി വിടുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജനും കിട്ടും അയഡിനും കിട്ടും. ഇവിടെ റേറ്റ് എഴുതുമ്പം റേറ്റ് സമം കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HI റേസ്റ്റ് 0 എന്ന് എഴുതാൻ പറ്റൂ. എന്തുകൊണ്ടായിരിക്കും? ഇതിന് മുന്നേ പറഞ്ഞ റീസൺ ആണ്. കാര്യം ഹൈ പ്രഷറിൽ നമുക്ക് റിയാക്റ്റൻ്റ് ഗ്യാസിൻ്റെ ചേഞ്ച് അത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്കത് കോൺസ്റ്റൻ്റ് ആണെന്ന് തോന്നും. അതുകൊണ്ട് അത് എന്തായിട്ട് മാറും? സീറോ ഓർഡർ റിയാക്ഷനായിട്ട് മാറ്റപ്പെടും. അപ്പോൾ ഈ സെഷനിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ അതിൻ്റെ ഗ്രാഫുകൾ ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അത് അതേ കണക്ക് നമുക്കങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. കൺസിഡർ ദ റിയാക്ഷൻ ആർ ഗീവ്സ് പി. റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആകുന്ന റിയാക്ഷൻ അപ്ലൈയിങ് റേറ്റിലോ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. റേറ്റ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് മൈനസ് dr/dt സമം k ഇൻറ്റു, ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവർ എത്ര ആക്കണം? നമ്മൾ 1 ആക്കണം. അപ്പോൾ എങ്ങനെ കിട്ടി? മൈനസ് dr/dt സമം k ഇൻറ്റു r റേസ്റ്റ് 1 എന്ന് നമുക്കവിടെ കിട്ടി. ദാറ്റ് ഈസ് k ഇൻറ്റു r എന്നായി. അല്ലെങ്കിൽ ആറിൻ്റെ ടേംസ് എല്ലാം ഒരേ സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ കിട്ടി? മൈനസ് dr/r ഈക്വൽസ് k/dt എന്ന് കിട്ടും. ആർ ടേംസ് എല്ലാം അടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് മൈനസ് dr/r ഈക്വൽസ് എന്ത് കിട്ടും? k/dt എന്ന് കിട്ടും. അല്ലെങ്കിൽ മൈനസ് സൈൻ മാറ്റാൻ വേണ്ടി dr/r എന്ന് എഴുതുമ്പോൾ അത് മൈനസ് k/dt ആകും. അല്ലെങ്കിൽ dr/r ഈക്വൽസ് മൈനസ് k/dt. ദെൻ വീണ്ടും നമ്മുടെ ഹെഡിങ്ങിലേക്ക് നോക്കണം. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡ് എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ dr/r എന്നും കിട്ടും, മൈനസ് k പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ dt എന്ന് കിട്ടും. ഇൻ്റഗ്രൽ ഓഫ് dr/r എന്ന് പറയുന്നത് ln r ആണ്. ഇൻ്റഗ്രൽ ഓഫ് dr/r സമം എന്താണ്? ln r ആണ്. നിങ്ങൾ മാത്സിൽ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന സമയത്ത് ഈ റൂൾസ് ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇൻ്റഗ്രൽ ഓഫ് 1/x dx എന്ന് പറയുന്നത് log x എന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് dr/r എന്ന് പറയുന്നത് നമുക്ക് എന്താക്കാം? ln r എന്നാക്കാം. അപ്പോൾ ln r ഈക്വൽസ് മൈനസ് k dt t എന്ന് നമുക്കറിയാം, പ്ലസ് എന്ത് ചേർക്കും? I എന്ന് ചേർക്കും. where I is called integral constant.
അപ്പോൾ ln r ഈക്വൽസ് മൈനസ് കെ ടി പ്ലസ് ഐ എന്ന് കിട്ടും. വേർ ഐ ഇസ് കാൾഡ് ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ്. ഇക്വേഷൻ നമ്മൾ 1 എന്നാക്കി. ഇനി തൊട്ട് മുന്നേ ഉള്ള സെഷനകത്ത് പറഞ്ഞതുപോലെ നമ്മൾ കണ്ടീഷൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ കണ്ടീഷൻ പ്രകാരം ടൈം t 0 ആക്കുമ്പോൾ r എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ r0 ആണ്. സമയം 0 ആണെങ്കിൽ r എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷനായ r0 ആണ്. ഇപ്പോൾ t 0 ആണെങ്കിൽ r എന്താണ്? r0 ആണ്. ഈ വാല്യൂസ് എടുത്ത് ഇക്വേഷൻ 1 നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ln r0 സമം ഈ ടേം 0 ആയിട്ട് കെ ടി ടേം 0 ആയിട്ട് ln r0 സമം എന്ത് കിട്ടും? ഐ എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഐക്ക് പകരം ln r0 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ കിട്ടി? ln r ഈക്വൽസ് മൈനസ് കെ ടി പ്ലസ് ln r0. ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ ഡെറിവേഷനകത്ത് ചെയ്തതുപോലെ സ്വന്തമായിട്ട് റീഅറേഞ്ച് ചെയ്ത് കെയ്ക്കൊരു വില നിങ്ങൾ കണ്ടുപിടിക്കണം. അവിടെ കെയുടെ വിലയെന്ന് പറയുന്നത് 1/t ln r0/r എന്ന് കിട്ടും. അവിടെ കെയുടെ വാല്യൂ 1/t ln r0/r എന്ന് കിട്ടും. ഇനി നമുക്ക് ln എന്താക്കാം? ലോഗ് ആക്കാം. ln ലോഗ് ആകാൻ 2.303 വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കിട്ടും? കെ സമം 2.303/t ലോഗ് r0/r എന്ന് കിട്ടും. അത് ഞാൻ ബോക്സ് ആക്കിയിട്ടുണ്ട്. പ്രധാന ഇക്വേഷൻ പ്രോബ്ലത്തിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾക്ക് രണ്ട് ടൈമും രണ്ട് കോൺസെൻട്രേഷനും വരുന്ന കണക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോബ്ലത്തിനകത്ത് രണ്ട് ടൈം തരും, ഒരു സമയത്തുള്ള കോൺസെൻട്രേഷൻ തരും, രണ്ടാമത്തെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. മനസ്സിലായോ? രണ്ട് ടൈം തരും, ഫസ്റ്റ് ടൈമിലുള്ള കോൺസെൻട്രേഷൻ തരും, നിങ്ങൾ സെക്കൻഡ് ടൈമിലുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻ 2 നോക്കുക. ഇക്വേഷൻ 2-ൽ ഞാൻ ടൈം t1 ആക്കും, ആ സമയത്തെ കോൺസെൻട്രേഷൻ r1 ആക്കും. അത് കഴിഞ്ഞ് ടൈം t2 ആക്കും, ആ സമയത്തെ കോൺസെൻട്രേഷൻ r2 ആക്കും. അങ്ങനെയെങ്കിൽ t1 ആകുന്ന സമയത്ത് ln r1 സമം മൈനസ് കെ ടി 1 പ്ലസ് ln r0 എന്ന് കിട്ടും. സിമിലർലി ടൈം 2 ആകുന്ന സമയത്ത് ln r2 സമം മൈനസ് കെ ടി 2 പ്ലസ് ln r0 എന്ന് കിട്ടും. അപ്പോൾ ln r1 കിട്ടി, ln r2 കിട്ടി, കെ ടി 1 ഉണ്ട്, കെ ടി 2 ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ln r1 മൈനസ് ln r2 നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ln r2 മൈനസ് ln r1 ചെയ്യുമ്പോൾ ln r0 ക്യാൻസൽ ചെയ്തിട്ട് കെ പുറത്തെടുക്കുമ്പോൾ കെ ഇൻറ്റു t2 മൈനസ് t1 എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്ത് നിങ്ങൾ നോക്കണം. ഒരു പേപ്പറിലൊക്കെ എഴുതി നോക്കുമ്പോൾ ln r1 മൈനസ് ln r2 സമം എന്ത് കിട്ടും? കെ ഇൻറ്റു t2 മൈനസ് t1 എന്ന് കിട്ടും. ദെൻ കെ സമം എന്ത് കിട്ടും? ബോക്സിനകത്തുണ്ട് 1/t2 മൈനസ് t1 ln r1/r2 എന്ന് കിട്ടും. അതിൽ നിന്നും കെക്ക് വേണ്ടി നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ആ കെയുടെ എക്സ്പ്രഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ കെ ഈക്വൽസ് 1/t2 മൈനസ് t1 ln r1/r2 എന്ന് കിട്ടും. അതും ബോക്സ് ആക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് രണ്ട് ടൈം തരുന്നു, ഒരു കോൺസെൻട്രേഷൻ മാത്രം തരുന്നു, സെക്കൻഡ് സമയത്തുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ആ ഇക്വേഷൻ എങ്ങനെയാണ്? കെ സമം 1/t2 മൈനസ് t1 ഇൻറ്റു ln r1/r2. ഇനി നമ്മൾ പോകുന്നത് ഗ്രാഫിൻ്റെ സെഷനിലേക്കാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടൈം റേറ്റ് ഗ്രാഫാണ് തന്നേക്കുന്നത്. ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടൈം കൂടുന്തോറും റേറ്റ് കുറഞ്ഞാണ് വരുന്നത്. ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ സംബന്ധിച്ച് ടൈം കൂടുന്തോറും റേറ്റ് കുറയും. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടൈമും ln r ഗ്രാഫാണ് തന്നേക്കുന്നത്. ടൈം വേഴ്സസ് ln r. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ln r-ഉം ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പം ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയുകയാണ് ചെയ്യുന്നത്. ഗ്രാഫ് താഴേക്കുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. താഴേക്ക് വരുന്നത് കൊണ്ട് നെഗറ്റീവ് സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ കെയുടെ വാല്യൂടെ കിട്ടത്തുള്ളൂ. വര താഴേക്കായതുകൊണ്ട് നെഗറ്റീവ് സ്ലോപ്പാണ് കെ വാല്യൂ.
അടുത്ത കേസ് നോക്കിയാണ് ln R0യും ln R0/Rഉം ടിയുമായുള്ള ബന്ധമാണ് തന്നിരിക്കുന്നത്. അടുത്ത ഗ്രാഫിൽ ln R0/Rഉം ടിയുമായുള്ള കണക്ഷനാണ് തന്നിരിക്കുന്നത്. ln R0/Rഉം ടിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ln R0/Rഉം ടിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഗ്രാഫ് മുകളിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മുകളിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് പോസിറ്റീവ് സ്ലോപ്പ് തന്നെ എടുത്താൽ നിങ്ങൾക്ക് കെയുടെ വാല്യൂ ഇവിടെ കിട്ടും. ln R0/R എന്ന് പറയുന്നത് ടി വെച്ച് ചെയ്യുമ്പോൾ മുകളിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. ഗ്രാഫ് മുകളിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും കെയുടെ വാല്യൂ നമുക്ക് തരുന്നത്. ഇനി എക്സാമ്പിൾസ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ. ഫസ്റ്റ് ഹൈഡ്രോജനേഷൻ ഓഫ് ഈഥീൻ ഇൻറ്റു ഈഥെയ്ൻ. ഈഥീനെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് ഈഥെയ്ൻ ആക്കുന്ന പ്രോസസ്സ്. അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഈഥീൻ C2H4ഉം ഈഥെയ്ൻ C2H6ഉം ആണ്. കറക്റ്റ് ബോഡി നോക്കുക, അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അത് മാറ്റി എഴുതിക്കോണം. ഈഥീൻ C2H4ഉം ഈഥെയ്ൻ C2H6ഉം ആണ്. അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. നിങ്ങൾ അതിൻ്റെ റേറ്റ് എഴുതുമ്പം റേറ്റ് ഈക്വൽസ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈഥീൻ റേസ്റ്റ് 1 എന്ന് കിട്ടും. ഹൈഡ്രോജനേഷൻ ആയതുകൊണ്ട് അവിടെ H2ൻ്റെ കോൺസെൻട്രേഷന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാര്യം H2ൻ്റെ എമൗണ്ട് അവിടെ ഒരുപാട് അധികം വരുന്നുണ്ട്. കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഒരു റിയാക്റ്റൻ്റ് ഒത്തിരി അധികം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് കോൺസ്റ്റൻറ്റ് പോലെ നമുക്ക് തോന്നും. അത് റേറ്റിനകത്ത് നമ്മൾ യൂഷ്വലി എഴുതാറില്ല. അങ്ങനെ വരുന്നത് കൊണ്ടാണ് റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു ഈഥീൻ എന്ന് മാത്രം വരും. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ ഡീകോമ്പോസിഷൻ ഓഫ് N2O5 ആൻഡ് N2O. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ അടുത്ത എക്സാമ്പിൾ ഡീകോമ്പോസിഷൻ ഓഫ് N2O5 ആൻഡ് N2O. അപ്പോൾ ഇതോടുകൂടി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ തീർന്നിട്ടുണ്ട്. സീറോ ഓർഡറിൻ്റെ നമ്മൾ ചെയ്തു, ഇപ്പം ചെയ്തതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നോക്കുക. രണ്ട് ടൈമും R1ഉം R2ഉം വരുമ്പോൾ ഇക്വേഷൻ നോക്കുക. ഗ്രാഫുകളെല്ലാം നിങ്ങൾ പരിചയപ്പെടണം. പിന്നെ എക്സാമ്പിൾ ഹൈഡ്രോജനേഷൻ ഓഫ് ഈഥീൻ ഇൻറ്റു ഈഥെയ്നും ഡീകോമ്പോസിഷൻ ഓഫ് N2O5 ആൻഡ് N2Oയും. ഓക്കെ.